Hi മക്കളെ, വെൽക്കം ടു എക്സ്നസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം തന്നെയാണുള്ളത്. അപ്പോൾ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ഫോളോയിങ്, ചൂസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിന് ചൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, ഇത് അതിന് അഡാപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എ ബെർലിയം ഈസ് ഡാഷ് ദാൻ ദ മെഗ്നീഷ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തറിയണം? മെഗ്നീഷ്യം അല്ലേ? മെഗ്നീഷ്യവും ബെർലിയം. മെഗ്നീഷ്യം ബെർലിയം ഏത് ഗ്രൂപ്പാണ് അറിയോ? വെരി ഗുഡ്. ഏതാണ്? സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ആൾക്കാരാണ് ആര്? മെഗ്നീഷ്യവും ബെർലിയം. ബെർലിയം ആറ്റോമിക് നമ്പർ എത്രയാണ്? 4 ആണ്. മെഗ്നീഷ്യം 12 ആണ്. സെക്കൻഡ് ഗ്രൂപ്പിലത്തെ 2 ആൾക്കാരാണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ എവിടെ നോക്കിയാലും നമ്മൾക്ക് മേലിൽ നിന്നും മുകളിൽ നിന്നും ഗ്രൂപ്പിൽ മുകളിൽ നിന്നും അടിയിലേക്ക് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി ഇങ്ങനെ വരും. ആറ്റത്തിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ എന്താ ഉണ്ടാവുക? ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ എന്തുണ്ടാവും? അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും അല്ലേ? കാരണം എന്താണ്? വലിപ്പം കൂടുമ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. വലിപ്പം ന്യൂക്ലിയസ് ഇവിടെ എടുക്കുക, അത്യാവശ്യം അകലെ ഇലക്ട്രോൺ കിടക്കുന്നത് ലാസ്റ്റ് ഇലക്ട്രോണ്. അപ്പം എന്താണ്? ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വേഗം ആ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിയും. അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? വാതക അവസ്ഥയിലോ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ആറ്റത്തിൻ്റെ എന്ത് ചെയ്യുക? ആ ബാലൻസ് ഇലക്ട്രോണുകൾ അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എന്തിയാണ്? അയണൈസേഷൻ എൻതാൽപ്പി, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്നൊക്കെ പറയാം. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി ആറ്റത്തിന്റെ വലിപ്പം കൂടുന്തോറും എന്ത് ചെയ്യും? അയണൈസേഷൻ എൻതാൽപ്പി കുറയും. പക്ഷെ ഇനി നമ്മൾ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പീരിയഡിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ആറ്റത്തിന്റെ വലിപ്പം, ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരും. ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞാലോ? ആറ്റത്തിന്റെ വലിപ്പം കുറയുകയാണെങ്കിൽ, ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞാൽ എന്ത് ചെയ്യും? ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടും. ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടിയപ്പോഴാണെങ്കിൽ അട്രാക്ട് ചെയ്ത് നിൽക്കണം. അപ്പോൾ അവിടെ കുറച്ച് ഇലക്ട്രോൺ കളയാൻ പറ്റുമോ? നല്ല എനർജി ഉപയോഗിക്കണ്ടേ? ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടെ എന്ത് ചെയ്യും? അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുക. പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടും, അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുക. അപ്പം ബെർലിയത്തിനാണ് എന്ത്? അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണോ? ബെർലിയം മുകളിലല്ലേ? ഇയാൾ ചെറുതാണ്. ഇയാളെക്കാളും വലിപ്പം ഉണ്ടാകുമായിരിക്കും മെഗ്നീഷ്യത്തിന്. അപ്പൊ ബെർലിയത്തിന് വലിപ്പം കുറവാണ്, മെഗ്നീഷ്യന് വലിപ്പം കൂടുതലാണ്. വലിപ്പം കൂടിയ ആൾക്കാർക്ക് ഉണ്ടാവും അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. വലിപ്പം കുറഞ്ഞ ആൾക്കാർക്ക് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. അപ്പൊ ബെർലിയത്തിന് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ. എന്താ കൊടുക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഗ്രേറ്റർ ആണ് കേട്ടോ ഇത് ആൻസർ കേട്ടോ. ഗ്രേറ്റർ ദാൻ ദ മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തെക്കാളും അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ് ആർക്ക്? ബെർലിയത്തിന്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വാഷിംഗ് സോഡ ഈസ് പ്രിപ്പയർഡ് ബൈ റീക്രിസ്റ്റലൈസേഷൻ ഓഫ്. വാഷിംഗ് സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്തിൻ്റെ റീക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്? വാഷിംഗ് സോഡ ഉണ്ടാക്കുന്നത് ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. ഏതാണ്? സോഡിയം കാർബണേറ്റ് ആണ്. NaCO3 ആണ്. NaCO3 ആണ്. എന്താണ്? Na2CO3. സോഡിയം കാർബണേറ്റ്. എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം കാർബണേറ്റ് ആണ്. ഇക്വേഷൻ എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതണം. Na2CO3നെ 10H2 ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? Na2CO3 10H2 കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. സോഡിയം കാർബണേറ്റിനെ റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുമ്പോഴാണ് വാഷിംഗ് സോഡ കിട്ടുന്നത്. ഓക്കെ അല്ലേ? രണ്ടിന് ആൻസർ കിട്ടിയില്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ അല്ലേ? ഗ്രേറ്റർ ദാൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? അതാ, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ഈസ് ഫോളോയിങ് ക്വസ്റ്റ്യൻ.
ഈ പാസേജ് വായിച്ചിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനാണ്, ആൻസർ ചെയ്യാനാണ്. ദ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഓക്സിജൻ വിത്ത് അതർ എലമെന്റ്സ് അല്ലേ, ഓക്സിജന്റെയും മറ്റു എലമെന്റ്സും കൂടി ചേർന്നിട്ട് അഥവാ എലമെന്റ്സ് ആയിട്ടുള്ള മെറ്റൽസോ നോൺ മെറ്റൽസോ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും, ഓക്സൈഡ് ഉണ്ടാവും അല്ലേ. സോഡിയം ഓക്സൈഡോ പല മെറ്റൽസ് കൂടിയിട്ട് അതിന്റെ ഓക്സൈഡ്സുകൾ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള understanding of nature of oxides provide in clue of the nature of elements which form of oxides. These oxides may be acidic, basic, amphoteric and neutral depending on the elements with these they are formed. ഇല്ലേ, നമ്മൾ പല എലമെന്റ് പല മെറ്റൽസിന്റെ ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന ഓക്സൈഡ്സ് ഉണ്ടാവും. അത് ന്യൂട്രൽ ഓക്സൈഡ്സ് ആവാം, ആസിഡിക് ഓക്സൈഡ്സ് ആവാം, ബേസിക് ആവാം. അതിന്റെ നാച്ചുറൽ പലതും ഇവിടെ ഉണ്ടാവുന്ന ഫോർമേഷനിൽ അവിടെ ഉണ്ടാകുന്ന എലമെന്റ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് SiO2 എന്ന് പറയുന്ന ആള് ഏതാണ്? സിലിക്കൺ ഡയോക്സൈഡ് SiO2 സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു എന്ത് തരം ഓക്സൈഡ് ആണ്? അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ഓക്സൈഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഏതായിരിക്കും വരിക? സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഏത് വരും മക്കളെ? സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതൊരു അസിഡിക് ഓക്സൈഡ് ആണ് കേട്ടോ. ഏതാണ്? അസിഡിക് ഓക്സൈഡ് ആണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് വരുന്നത്. അടുത്ത എന്താണ്? നെയിം ഓഫ് ദ 2 എലമെന്റ്സ് വിത്ത് ന്യൂട്രൽ ഓക്സൈഡ്. ന്യൂട്രൽ ഓക്സൈഡിന്റെ 2 എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ്, അതേപോലെ ഡൈനൈട്രോ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡും ഡൈനൈട്രോ മോണോക്സൈഡും Na2Oയും CO കാർബൺ മോണോക്സൈഡും 2 എക്സാമ്പിൾസ് വരെ ബുക്കിലുണ്ട്. ഏതെങ്കിലും 2 എക്സാമ്പിൾസ് എഴുതുക. അപ്പോൾ അസിഡിക്കിന്റെ എക്സാമ്പിൾസ് 2-3 പഠിച്ചേക്കുക, ബേസിക്കിന്റെ പഠിച്ചേക്കുക, അതുപോലെ ന്യൂട്രൽ ലിഗാൻഡുകളുടെ ഒരു 3-4 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ മക്കളെ? അടുത്ത 23ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അടുത്തും അതേമാതിരി ക്വസ്റ്റ്യൻ ആണ്. ഒരു പാസേജ് വായിക്കാൻ പറയുന്നത് എന്താണ്? മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ കളേർഡ്. അല്ലേ, നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിലെ ട്രാൻസിൻ എലമെന്റ്സ് അല്ലേ, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ട്രാൻസിൻ എലമെന്റ്സിൽ കളർ ഉണ്ട് അല്ലേ. കാരണം എന്താണ്? ട്രാൻസിൻ എലമെന്റ്സുകൾ എന്താണ്? ഡി ഓർബിറ്റൽസ് ഇല്ലേ, അവിടെ അൺഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസുകൾ ഉണ്ട് അല്ലേ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഡി ഓർബിറ്റൽസിലെ ആൾക്കാർക്ക് എന്തുണ്ടാവും? അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് കളർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ കോമ്പൗണ്ട് ഓഫ് ഡി എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സുകൾ ആർ കളേർഡ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് കളേർഡ് ആണ്. ഓർ അല്ലെങ്കിൽ ദേ ഗിവൺ കളേർഡ് സൊല്യൂഷൻ വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ കളേർഡ് സൊല്യൂഷൻ ആയിട്ട് മാറും. This is generally associated with the incomplete N-D subshell of transition metals. അല്ലെ, ട്രാൻസിൻ മെറ്റൽസിന്റെ N-D സബ്ഷെൽ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് അല്ലേ. ഇവരെന്തെയും ഓക്സിജൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും അല്ലേ. ഇവർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ വിട്ടു കൊടുത്തിട്ടൊക്കെ ആയിട്ട് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കും. If red portion of a white light is absorbed by a substance which would be appear to blue. അല്ലേ, white light ലുള്ള റെഡ് ആയിട്ടിനെ അബ്സോർബ് ചെയ്താൽ എന്ത് ചെയ്യും? ബ്ലൂ ആയിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ അല്ലേ? ഈ പാസേജ് വായിച്ചത് ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോളോയിങ്. ഇവിടെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഒന്നാമത്തെ എന്താണ്? an energy transfer of elements take place in transition metals ions which absorb some energy of visible light. അല്ലേ, നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് ചെയ്യും? ആ എനർജി അബ്സോർബ്, വിസിബിൾ ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡി എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് എനർജി ലൈറ്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക? പുറത്ത് വിട്ട കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ആൻഡ് ദ കളേർഡ് ഓഫ് അയോൺസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓൾ പെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദം. കളറുകൾക്ക് കാരണം പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ഉണ്ടോ? അത് തെറ്റാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഒക്കെ കളറുകൾക്കാണ്. പെയർഡ് ഇലക്ട്രോൺസ് ആണോ? അല്ല. രണ്ടാമത്തെ എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഏതാണ്? രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി തെറ്റുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ബ്ലൂ ഈസ് ദ കോംപ്ലിമെന്ററി കളർ ഓഫ് റെഡ്. ബ്ലൂ എന്ന് പറയുന്നത് റെഡിന്റെ കോംപ്ലിമെന്ററി കളറാണ്. ഓക്കെയാണ്. ഇൻ ദ ട്രാൻസിൻ മെറ്റൽസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ഡി ഓർബിറ്റൽ ഈസ് ഇൻ ദ സെയിം ഓർഡർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി ഓഫ് റേഡിയേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്. ഇവരുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ,
നോക്കിയ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ഡി ഓർബിറ്റൽ ഡി ഓർബിറ്റൽസിന്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വൈറ്റ് ലൈറ്റുകളുടെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ് അല്ലേ? വേരിയസ് ആയിട്ട് ഡി ഓർബിറ്റൽസുകളിലെ എനർജി ഡിഫറൻസ് ഇല്ലേ? ഡി ഓർബിറ്റൽസിലെ വേരിയസ് ആയിട്ട് ഡി ഓർബിറ്റൽസിലെ എനർജി ഡിഫറൻസ് വൈറ്റ് ലൈറ്റിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ്. അതും ശരിയായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആയത് 2 പെയർഡ് ഇലക്ട്രോൺസുകളല്ല കളർഡ് കോമ്പൗണ്ട്സ് കാണാവുന്നത്. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആയത് 2 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ കളർ ഓഫ് എക്സാഹൈഡ്രേറ്റഡ് ഫോം ഓഫ് ഫെറിക് അയൺ? എക്സാഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫെറിക് അയണിന്റെ കളർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. യെല്ലോ കളറാണ്. മോസ്റ്റ്ലി നമ്മളത് കാണുന്നത് ഒബ്സർവ് ചെയ്യുന്നത് യെല്ലോ കളറിലാണ് കേട്ടോ. പർപ്പിൾ കളറും കാണാറില്ല. അധികം നമ്മൾ യെല്ലോ കളറിലാണ് കാണാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 24ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? മാച്ച് ഫോളോയിങ്സ് ആണ്. ഇവിടെ തന്നെ മാച്ച് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനാണ് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്സ്. നോക്കിയാലോ, നോക്കാം. ന്യൂക്ലിയോഫൈൽ. ഇവിടെ എവിടെ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ എന്താണ്? ന്യൂക്ലിയോ അല്ലേ? ഇലക്ട്രോഫൈൽ എന്താണ്? ഇലക്ട്രോൺ ലവിംഗ് ആണ്. ന്യൂക്ലിയോഫൈൽ ന്യൂക്ലിയോ ലവിംഗ് ആണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോഫൈലിന് ഇവിടെ ആകെ തന്നെ എക്സാമ്പിൾ സൂട്ട് ആയതാണ് വാട്ടർ ആണ്. അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവിലാണ് അല്ലെങ്കിൽ വാട്ടർ ന്യൂക്ലിയോഫൈലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? OH- അതുപോലെ H2 ഒക്കെ ഒരു ന്യൂക്ലിയോഫൈലാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈലിന് എക്സാമ്പിൾ ആരാണ്? വാട്ടർ ആണ്. ഇലക്ട്രോഫൈൽ എന്ന ഇലക്ട്രോൺ ലവിംഗ് ആണ്. ഇലക്ട്രോൺ ലവിംഗ് ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർ കാരണം ഇലക്ട്രോൺ ലവിംഗ് ആയിട്ടുള്ള ആളാരാണ്? H+ ആണ്. പോസിറ്റീവ് ചാർജുള്ള ആരാണ്? ഇവിടെ H+ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിംഗ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് H+. കാർബോ കാറ്റയോൺ. ഞാൻ എപ്പോഴും പറയുന്നത് കാറ്റയോൺ എന്ന് പറയുമ്പോൾ ഇവിടെ കാറ്റയോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും കാറ്റയോൺ വരിക അല്ലേ? ഇലക്ട്രോൺ വിട്ടു കൊടുക്കുമ്പോൾ കാറ്റിനെ പോലെ ചെറുതാവും. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ആളാണ് ഇവിടെ കാറ്റയോൺ ആയിട്ട് വരിക. കാർബോ കാറ്റയോൺ ആരാണ്? എക്സാമ്പിൾ കാർബോ കാറ്റയോൺ. CH2 പോസിറ്റീവ് ആണ്. റാഡിക്കൽ എന്ന് പറയുമ്പോൾ ഒരു 2 ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ പോകുന്ന ആൾക്കാരെ റാഡിക്കൽ ഒരു കുത്തുണ്ടാവും. റാഡിക്കൽസിന് ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള ആൾ CH3 റാഡിക്കൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ മക്കളെ, താങ്ക് യു.